കാസർഗോഡ് എളേരിയിൽ ചൈത്രവാഹിനിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മാണം ആരംഭിച്ച വിലങ്ങൽ എരുമക്കര ചെക്ക് ഡാമിന്റെ നിർമ്മാണം 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും പൂർത്തിയായിട്ടില്ല. 2001 തുടങ്ങിയ പദ്ധതി നടത്തിപ്പിന് പല ഘട്ടങ്ങളിലായി 8.5 കോടി രൂപ വകയിരുത്തിയിട്ടും നിർമ്മാണം തുടങ്ങാത്തതാണ് നാട്ടുകാരെയും കർഷകരെയും നിരാശയിലാക്കുന്നത്. ഈ നാട്ടിലത്തെ മുഴുവൻ ചെറുപ്പക്കാരും കൃഷിക്കാരും ഒക്കെ ഇതിൻ്റെ പുറകിലാണ്. അതിൽ രാഷ്ട്രീയമോ മറ്റൊരു വകഭേദവും ഇതിലില്ല. കൃഷിക്കാരെന്നില്ല, ആ കൃഷിക്കാർക്ക് ആവശ്യമാണ് ഇത് എന്നില്ല, ഒരൊറ്റ സ്പിരിറ്റിലാണ്. പക്ഷേ ഞങ്ങളെല്ലാം നിരാശരാക്കിക്കൊണ്ട് ഇത്രയും വർഷം ഇവിടെ ആ പ്രതീക്ഷ സംഗതി വന്നില്ല എന്നുള്ളതാണ്. ഓരോ സാങ്കേതികത്വം പറയും, ഓരോരോ തടസ്സങ്ങൾ പറയും. അപ്പോൾ അത് പറഞ്ഞു ഇവിടെ എത്തി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷയറ്റ ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ അതിർത്തി പ്രദേശത്തുകൂടി ഒഴുകുന്ന ചൈത്രവാഹിനി പുഴയിൽ ചെക്ക് ഡാം നിർമ്മിച്ച് പ്രദേശത്തെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യമൊരുക്കുകയും കടുത്ത വരൾച്ചയിൽ കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കാനുള്ള സ്രോതസ്സായി ഇതിനെ ഉപയോഗിക്കുകയുമായിരുന്നു പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ. ഈ ചെക്ക് ഡാം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ 1000 ഏക്കർ സ്ഥലവും 540 അതിലധികം കുടുംബങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ത്രിതല പഞ്ചായത്തുകൾ സംയുക്തമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഉപയോഗപ്രദമായ രീതിയിൽ ഈ ചെക്ക് ഡാം കമ്മീഷൻ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. നാടിനാകെ പ്രയോജനപ്പെടുത്തേണ്ട ഒരു പദ്ധതി സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ബന്ധപ്പെട്ടവർ നീട്ടിക്കൊണ്ടുപോകുന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. കടുത്ത വരൾച്ചയിൽ ചൈത്രവാഹിനി പുഴയിലെ വെള്ളം ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ കൃഷിയോടൊപ്പം കടുത്ത വേനലിൽ വലയുന്ന സമീപ പഞ്ചായത്തുകളിലേക്കും സമീപ ജില്ലകളിലേക്കും കുടിവെള്ള വിതരണവും സുഗമമായി നടക്കുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യം പദ്ധതി തുക കുറഞ്ഞുപോയെന്ന കാരണത്താലാണ് നിർമ്മാണം ആരംഭിക്കാതിരുന്നത്. പിന്നീട് ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ ഫണ്ടുകൾ ക്രമീകരിച്ച് 8.5 കോടിയിലധികം രൂപയാണ് പദ്ധതിക്ക് നീക്കിവെച്ചിട്ടുള്ളത്. 1/4 നൂറ്റാണ്ടായ നാടിന്റെ സ്വപ്ന പദ്ധതി ഇനിയെങ്കിലും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ചൈത്രവാഹിനി പുഴയിൽ ഒരു തടയണ, അത് ഈ നാട്ടുകാരുടെയും ഇവിടുത്തെ കർഷകരുടെയും 1.5 പതിറ്റാണ്ട് കാലത്തെ സ്വപ്നമാണ്. ആ സ്വപ്നം പൂർത്തീകരിക്കാൻ ഇനിയെങ്കിലും സർക്കാർ ഇവരോടൊപ്പം ചേർന്ന് നിന്നേ മതിയാവൂ. കാസർഗോഡ് എളേരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെറിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.